ഒരു കമ്പനിയിലെത്തിക്കുകയും അവൻ നല്ലൊരു പണിക്കാരനായിരുന്നു. അവൻ്റെ പണിയിലൂടെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുകയും കടം കൊണ്ട് വലിഞ്ഞു കിടന്ന ആ കുടുംബത്തെ അവനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ആ കുടുംബത്തെ രക്ഷപ്പെടുത്തിയ സംഭവം നമ്മളെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാത്തിനും പരിഹാരമാർഗമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ പല പല വഴികളും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന വീഡിയോയിലെ പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് കടബാധ്യതയാണ്. കടബാധ്യതയെക്കുറിച്ച് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കടബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഒരു മനുഷ്യനിൽ അഥവാ ഒരു കുടുംബത്തിൽ വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു തആല അറിയാതെ കണ്ട് ഒന്നും തന്നെയും സംഭവിക്കുകയില്ല. എന്നാൽ അല്ലാഹു പറയുന്നു, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്നു. പല പല ദിക്റുകളുണ്ട്, പല രൂപത്തിലുള്ള ദിക്റുകളുണ്ട്, പല സ്വഭാവത്തിൽ അല്ലാഹുവിൻ്റെ ഖുർആൻ പല പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എത്ര പറഞ്ഞാലും തീരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, അത് ദിക്റുകൾ, അത് ആ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമുദായത്തിന് വേണ്ടി തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന പ്രത്യേകമായ ഒരു ദിക്റാണ്. ആ ദിക്റിലൂടെയാണ് പറയുന്നത്, അല്ലാഹുവേ അർഹമറാഹിമായ തമ്പുരാനെ, ഈ കടബാധ്യത കൊണ്ട് കടം കൊണ്ട് മുട്ടുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അത് പല രീതിയിലുള്ള കടങ്ങളാണ്. ബാങ്ക് കടങ്ങളാണ്, കുടിപ്പലിശയ്ക്ക് കുടികളിൽ നിന്നും വലിയ രീതിയിലുള്ള പലിശയ്ക്ക് പണമെടുത്തുള്ള കടങ്ങളാണ്. അങ്ങനെ ഈ കടങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരുമ്പോൾ ആ കടങ്ങളെ തീർക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ പല വീടുകളും അങ്ങ് ജപ്തിക്കുന്നുണ്ടേ, പലരും അങ്ങ് ജീവിതം അവസാനിപ്പിക്കുന്നുണ്ടേ. അല്ലാഹുവേ, ഈ കടത്തിൽ നിന്നും എല്ലാവരെയും മോചിപ്പിക്കണേ. ഈ കടം തീർക്കുന്നതിനുള്ള മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. നമുക്കതിന് ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ ചൊല്ലി പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ യാചിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കടം തീർക്കുന്നതിനുള്ള വഴികൾ നമ്മളറിയാതെ കണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അല്ലാഹു തആല തരുന്നതാണ്. ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചു കൊണ്ടുപോയി നല്ല നല്ല പ്രസ്ഥാനങ്ങൾ ഇരുത്തി ധനാഢ്യന്മാരായ സംഭവങ്ങൾ ധാരാളം നമ്മുടെ രാജ്യത്തുണ്ട്. എൻ്റെ കൺമുമ്പിൽ ഞാൻ പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്. ഒന്നിനും കൊള്ളാത്ത മനുഷ്യൻ മദ്യപിച്ച് കൂത്താളി ഇറക്കുന്നൊരു ചെറുപ്പക്കാർ ഉറങ്ങിക്കിടന്നപ്പോൾ അവനെ എങ്ങനെ വിളിച്ചു കൊണ്ടുപോയി 10 നയാ പൈസയുടെ ചിലവിൽ അവനെ ഗൾഫ് രാജ്യത്ത് ഉഗ്രനായ ഒരു കമ്പനിയിലെത്തിക്കുകയും അവൻ നല്ലൊരു പണിക്കാരനായിരുന്നു. അവൻ്റെ പണിയിലൂടെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുകയും കടം കൊണ്ട് വലിഞ്ഞു കിടന്ന ആ കുടുംബത്തെ അവനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ആ കുടുംബത്തെ രക്ഷപ്പെടുത്തിയ സംഭവം നമ്മളെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാത്തിനും പരിഹാരമാർഗമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ പല പല വഴികളും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വഴികൾ നമ്മൾ സ്വീകരിക്കണം. ആ വഴികൾ നമ്മൾ സ്വീകരിച്ച് നമ്മൾ ചൊല്ലി നമ്മൾ ദുഃഖിച്ച് നമ്മൾ പശ്ചാത്തപിച്ച് പോയി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള വഴികൾ നമ്മൾ അറിയാതെ ഉണ്ടെന്നുള്ള വഴികൾ തരികയും ആ കടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ഇനി കടം കഴിഞ്ഞിട്ടോ വിവാഹപ്രായവും കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് സഹോദരിമാർ ഈ രാജ്യത്തുണ്ട്. അല്ലാഹുവേ, ആ വിവാഹം കഴിച്ചു വിടാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് രക്ഷകർത്താക്കൾ മാനസികമായിട്ട് വേദനിക്കുന്നവരുണ്ട്. അതിനും പരിഹാര മാർഗം ഇത് തന്നെ. ഇതല്ലാതെ കണ്ട് മറ്റ് മുസീബത്തുകൾ വന്ന് കുടുംബങ്ങൾ നശിക്കുന്നവരുണ്ട്. അതിനും പരിഹാര മാർഗം ഈ ദിക്ർ തന്നെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ദിക്റിലൂടെ അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലിയിട്ട് റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അതിന് പരിഹാരം തരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് അത് കിട്ടിയില്ല എങ്കിൽ വീണ്ടും നമ്മൾ ചെയ്യണം. അതും കിട്ടിയില്ല എങ്കിൽ വീണ്ടും നമ്മൾ ചെയ്യണം. നമ്മളെ ഒരു പാഠം നമ്മളെ പഠിപ്പിച്ചില്ലേ, ചെലന്തി പഠിപ്പിച്ച പാഠം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. 7ാമത്തെ പ്രാവശ്യമാണ് രാജാവ് യുദ്ധം ചെയ്ത് വിജയിക്കുന്നത് എങ്കിൽ 6 പ്രാവശ്യം പ്രവർത്തനം നടത്തിയിട്ടും പരാജയപ്പെടുത്തിയ രാജാവ് 7ാമത്തെ പ്രാവശ്യം ഒരു ചെലന്തിയാണ് മാർഗങ്ങൾ കാണിച്ചു കൊടുത്തത്.
ആ ചെലന്തി പഠിപ്പിച്ച പാഠത്തിൽ നിന്നും അദ്ദേഹം പഠിച്ച് ആ ചെലന്തിയുടെ പ്രവർത്തനം കണ്ട് അതനുസരിച്ച് അങ്ങോട്ട് നീങ്ങിയപ്പോൾ 7ാമത്തെ യുദ്ധത്തിൽ അയാൾ ജയിക്കുകയാണ്. അവരുടെ പ്രശ്നത്തിൽ ആ രാജാവിൻ്റെ എല്ലാ കാര്യങ്ങളും പഴയതെല്ലാം അയാൾക്ക് നേടാൻ കഴിഞ്ഞുവെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് കിട്ടിയില്ല എന്ന് കരുതി നിരാശപ്പെട്ടിരിക്കേണ്ട. അങ്ങനെ വീണ്ടും വീണ്ടും അത് ചെയ്യാം. അതുകൊണ്ട് ഞാനിവിടെ ഈ ദിക്ർ പറയാൻ പോവാണ്. ഈ ദിക്ർ കൃത്യമായിട്ട് മനഃശുദ്ധിയോടുകൂടി ആദ്യത്തെ തവണ ഒരു 101 പ്രാവശ്യം ഈ ദിക്ർ നിങ്ങൾ ചെല്ലണം. ഈ ദിക്ർ ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. ഇതൊരു 7 ദിവസമെങ്കിലും തുടരെ നിങ്ങൾ ഈ ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അസ്തഗ്ഫിറുല്ലാഹുൽ അദീം. നമ്മളൊക്കെ ചെറിയ ഭാവവും വലിയ ഭാവവും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹുൽ അദീം നമ്മൾ ഏതാണ്ട് 33 പ്രാവശ്യമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹുൽ അദീം നമ്മൾ പറഞ്ഞതിന് ശേഷം റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? അൽഹംദു ചേർത്തുള്ള ദുആവാണ് നമ്മൾ ചെയ്യേണ്ടത്. അൽഹംദു ആദ്യം തുടങ്ങി അൽഹംദുലില്ലാ അവസാനിപ്പിക്കണം. അങ്ങനെയുള്ള ഒരു ദുആ അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. നമുക്കതിന് പ്രയോജനം ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹു തആല നമുക്ക് തരുന്നതുമാണ്. ഞാനതാ ഈ ദിക്ർ ഞാൻ ചെല്ലാൻ പോകുന്നു. വളരെ ശ്രദ്ധാപരമായിട്ടിരുന്നു കൊണ്ട് ഈ ദിക്ർ 101 പ്രാവശ്യം നിങ്ങൾ ചെല്ലണം. വീണ്ടും വീണ്ടും നിങ്ങൾ ചെല്ലണം. അങ്ങനെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശുദ്ധമാക്കി കൊണ്ടുപോയി ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കുകയും ഇതിനെല്ലാത്തിനും പരിഹാരമാർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരികയും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞാനതാ ഈ ദിക്ർ ഞാൻ ചെല്ലാൻ പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. ഈ ദിക്ർ നിങ്ങൾ ഒരു 101 പ്രാവശ്യം നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞതിന് ശേഷം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളങ്ങ് ദുആ ചെയ്യണം. ഇത് എപ്പോഴും ചെല്ലണമെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ രാവിലെ സുബഹി നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞ് നിസ്കാരത്തിന് ശേഷം, അതല്ലെങ്കിൽ ഇശാ നിസ്കാരത്തിന് ശേഷം, ഇതൊന്നും അല്ലെങ്കിൽ പാതിരാത്രി നിങ്ങൾ ചെല്ലിയാലും മതി. അത് 7 പ്രാവശ്യം നിർബന്ധമായിട്ട് 101 പ്രാവശ്യം നിർബന്ധമായിട്ടത് ചെല്ലുകയും ഒരു 7 ദിവസമെങ്കിലും തുടരെ നിങ്ങൾ ചെല്ലുകയും ചെയ്യണമെന്ന് ഇതോടൊപ്പം ഞാൻ പറയുകയാണ്. അല്ലാഹുവേ, സർവാധിപരം സർവജ്ഞനുമായ തമ്പുരാനെ, എല്ലാവിധ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഹലാലായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അല്ലാഹുവേ നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. ഈ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹുവേ അവരുടെ നല്ല ഹലാലായ ആഗ്രഹ അഭിലാഷങ്ങളെല്ലാം പടച്ച തമ്പുരാനെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഈ കടത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. അവരുടെ മാനസികമായ പ്രശ്നങ്ങൾക്കെല്ലാം നീ പരിഹാരമാർഗം നീ ചെയ്തു കൊടുക്കണേ തമ്പുരാനെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. അഥവാ ഈ പാവപ്പെട്ട ഞാൻ ഈ പറയുന്നത് അഥവാ തെറ്റെങ്ങാണ് ഇതിനകത്ത് വന്നുപോയാലും അല്ലാഹു തആലയ്ക്ക് ഇഷ്ടപ്പെടാതെ വന്നുപോയാലും പടച്ച തമ്പുരാനെ എനിക്ക് നീ പുറത്തു തരണേ എന്നും കൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.